ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഇന്നത്തെ വിശകലനത്തിന് ആധാരം. ഇസ്ലാം എന്നാൽ സമാധാനത്തിൻ്റെ മതം എന്നാണ് പ്രഭാഷകർ പൊതുവെ പറയാറുള്ളത്. ഇസ്ലാമിനെക്കുറിച്ച് അറിവില്ലാത്ത ഭരണാധികാരികളും അമുസ്ലിങ്ങളായ ആളുകളിൽ ചിലരും ഇത് ഏറ്റുപാടാറുണ്ട്. ഒരളവ് വരെ ഈ പറയുന്നൊരു സത്യമുണ്ട്. ഇസ്ലാമിൽ സമാധാനമുണ്ട്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. ആർക്കാണ് ആ സമാധാനം എന്ന് ചോദിച്ചാൽ, അകാരണമായി അന്യരാജ്യത്തേക്ക് ഇരമ്പിക്കയറി അവിടെയുള്ള പുരുഷന്മാരെ വധിച്ച് അവരെ സ്ത്രീകളെ സ്വന്തമാക്കി കൊണ്ടുവന്ന് അവരെ വീതിച്ചെടുത്ത് കൊള്ള മുതലുകൾ പങ്കിട്ടെടുത്ത് അവരുണ്ടാക്കാത്ത അധ്വാനിക്കാത്ത ഭൂവിഭവങ്ങളെ സ്വന്തമാക്കി അവശേഷിക്കുന്ന ആളുകളെ ദിമ്മികളാക്കി അഥവാ ആശ്രിത പ്രജകളാക്കി മാറ്റി സുഖലോലുപരായി കഴിയുന്ന ഇസ്ലാമിൻ്റെ വക്താക്കളായ ആളുകൾക്ക് അത് സമാധാനമാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുമുടിച്ച് അവരുടെ സ്ത്രീകളെ വിധവമാരാക്കി കുഞ്ഞുങ്ങളെ അനാഥരാക്കി വിനീത വിധേയരായ ആളുകളെ അടിമകളാക്കി അവിടെ നിർത്തി ജനസമൂഹത്തിലേക്ക് അവർ വിതയ്ക്കുന്നതൊക്കെ തന്നെ സമാധാനമല്ല, ക്രൂരതയാണ്. ഇനി ഈ സമാധാന പാലകർ അല്പം കഴിയുമ്പോൾ അധികാര കസേരയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒക്കെ തമ്മിലടിച്ച് തകരുന്ന കാഴ്ചയും ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ട്. ഞാൻ ആ ചരിത്രം പല ഘട്ടങ്ങളിലും പറഞ്ഞെങ്കിലും ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് ഇസ്ലാം പ്രവേശിച്ചത് എന്ന് ചില സുഹൃത്തുക്കൾ നിരന്തരം ചോദിക്കുന്നത് കൊണ്ട് അതിന് ഉതകുന്ന ഒരു വീഡിയോ ചെയ്യേണ്ടത് ആവശ്യമായി വന്നു. നമുക്കിന്ന് ആ ഒരു വിഷയം നമ്മുടെ ചർച്ചയ്ക്കെടുക്കാം. അതിലേക്ക് കടക്കും മുമ്പ് IBT ഒരു ഔദ്യോഗിക പരസ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നു. ആ അഡ്വർടൈസ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സഹൃദയരെ, ഈച്ചശാസ്ത്രം എന്ന പേരിൽ ഇസ്ലാമിൽ ചില അബദ്ധങ്ങളുണ്ട്. ഒട്ടേറെ അബദ്ധങ്ങൾ അതിലുണ്ട്. അതിൽ ഒരബദ്ധമാണ് ഈച്ചശാസ്ത്രം. ഇതേക്കുറിച്ച് പ്രമുഖ ഈച്ചശാസ്ത്രജ്ഞനായ ബാലുശ്ശേരി സാഹിബ് നിരന്തരം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹം പറയുന്നത് ഈച്ചശാസ്ത്രം സംബന്ധിച്ച് അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളെക്കുറിച്ച് അനിൽ കൊടുത്തോട്ടെ എന്തുകൊണ്ടൊരു വെല്ലുവിളി മുമ്പോട്ട് വെക്കുന്നില്ല. എതിർപക്ഷത്ത് ബാലുശ്ശേരി ആയതുകൊണ്ടാണ് ഞങ്ങൾ വെല്ലുവിളി വെക്കാത്തത്. എന്നാൽ ആ ചോദിച്ച സ്ഥിതിക്ക് ഒരു വെല്ലുവിളി മുമ്പോട്ട് വെക്കുകയാണ്. ബാലുശ്ശേരിയുടെ വാക്കിൻ്റെ വില ഇതിനകം പൊതുസമൂഹത്തിന് അറിവുള്ള കാര്യമാണ്. അഞ്ചാവർത്തി എന്നെ പല വിഷയങ്ങളിൽ സംവാദത്തിന് വെല്ലുവിളിക്കുകയും ആ വെല്ലുവിളികളൊക്കെ ഞാൻ ഉപാധികളില്ലാതെ അംഗീകരിക്കുകയും ചെയ്തവനാണ്. എന്നാൽ ഇപ്പോഴിതാ എന്നോട് ചോദിക്കുകയാണ്, ഈച്ചശാസ്ത്രത്തിൽ ഞാൻ അദ്ദേഹത്തെ എന്തുകൊണ്ട് ചലഞ്ച് ചെയ്യുന്നില്ല. ഇതാ വളരെ ഔദ്യോഗികമായി IBT മീഡിയ ബാലുശ്ശേരി എന്നല്ല, ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഇസ്ലാമിക ചിന്തകൻ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് വരാം. IBT മീഡിയ അതിനുള്ള സജ്ജീകരണങ്ങളൊരുക്കും. നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇത് ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു. ഇനി ഇറക്കുന്ന ചില വീഡിയോകളിൽ ഈ പരസ്യം നിശ്ചയമായിട്ടുമുണ്ടാകും. ബാലുശ്ശേരി പ്രതികരിക്കുന്നത് വരെ ബാലുശ്ശേരി സന്നദ്ധത അറിയിക്കുക. താങ്കളുടെ ഈച്ചശാസ്ത്രം തികഞ്ഞ അബദ്ധമാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്കൊരു പ്രയാസമില്ല. താങ്കൾ സന്നദ്ധത അറിയിക്കുക. നമസ്കാരം. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്ന വഴികളെക്കുറിച്ച് പഠിക്കണം. ആ ചരിത്രത്തിനൊരു കണ്ടിന്യൂറ്റി, ഒരു തുടർച്ച കിട്ടാൻ നമുക്ക് AD 570 മുഹമ്മദിൻ്റെ ജനനം മുതൽ ഇങ്ങോട്ടുള്ള വസ്തുതകളിലൂടെ പോകേണ്ടതാണ്. അതിനെ ഞാനൊന്ന് സ്പർശിച്ച് പോകാം. മുഹമ്മദ് എന്ന ഒരു ഗ്രാമീണ ബാലൻ, അദ്ദേഹം അബുത്താലിബിൻ്റെ സംരക്ഷണയിൽ വളരുന്നു. തദനന്തരം അദ്ദേഹം ഖദീജ എന്ന ധനാഢ്യയായ സ്ത്രീയുടെ കണക്കെഴുത്തുകാരനും അവരുടെ ബിസിനസ്സിൻ്റെ നോക്കി നടത്തിപ്പുകാരനുമായി തീരുന്നു. 23 വയസ്സിൽ, ഈ വയസ്സിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകും, 40 വയസ്സ് പ്രായമുള്ള ഖദീജയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. ഖദീജ അതിനകം 2 വിവാഹങ്ങൾ കഴിച്ച് വിധവയായി തീർന്ന ഒരു ധനാഢ്യയായ സ്ത്രീയാണ്.
ഖദീജയ്ക്ക് മക്കളുണ്ട്. മുഹമ്മദ് തീരെ യുവാവാണ്. അങ്ങനെ തന്നെക്കാൾ ഏകദേശം ഇരട്ടിപ്രായം വരുന്ന ഖദീജയെ വിവാഹം കഴിക്കുന്നു. ഖദീജയെ വിവാഹം കഴിച്ചതോടെ മുഹമ്മദിൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ തീരുന്നു. അദ്ദേഹത്തിന് ക്രമേണ പ്രവാചക ലബ്ധി കൈവരിക്കാൻ സാധിക്കുന്നു. അഥവാ അദ്ദേഹം പ്രവാചകനാണ് എന്ന് ഹിറാ ഗുഹയിലെ ഒരു അനുഭവത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിന് സ്ഥിരീകരിക്കാനാവാത്ത ഒരു അനുഭവത്തിൻ്റെ പേരിൽ പ്രവാചകനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അമുസ്ലിം ഭാര്യയും അമുസ്ലിമായ ബറക്കത്ത് ഇബ്നു നൗഫലും ചേർന്ന് പറയുന്നു. അത് വിശ്വസിച്ച് മുഹമ്മദ് ആ അനുഭൂതിയുടെ പിന്നാലെ യാത്ര തിരിക്കുന്നു. മുഹമ്മദിനെ സ്വാഭാവികമായും നാട്ടുകാർ എതിർക്കുന്നു. ഒടുക്കം മുഹമ്മദ് സൗമനസ്യനായി അത്യന്തം വിനയത്തോടു കൂടിയൊക്കെ മക്കയിൽ പെരുമാറുന്നു. മദീനയിലേക്ക് പിന്നീട് പലായനം ചെയ്യുന്നു. പലായനം ചെയ്ത മുഹമ്മദ് അവിടെ വച്ച് അവിടെയുള്ള ഗോത്രങ്ങളെ തന്ത്രപരമായി പരിധിക്കാക്കുന്നു. ക്രമേണ അവരോട് ഏറ്റുമുട്ടുന്നു. ഒടുക്കം ആ മേഖലയുടെ ഭരണാധികാരിയായി മാറി മെക്കയിലേക്ക് മടങ്ങിയെത്തി പണ്ട് തന്നെ നിരാകരിച്ച ആ പട്ടണം കൂടി അദ്ദേഹത്തിൻ്റെ കൈക്കീഴിലാക്കുന്നു. ഒടുക്കം ഒരു ചക്രവർത്തിയെപ്പോലെ അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ ഈ മേഖലയുടെ മുഴുവൻ ഭരണാധികാരിയായി തീരുന്നു. ആയത്തുകൾ ഓരോന്നും അള്ളാഹു യഥേഷ്ടം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒടുക്കം മുഹമ്മദ് 60-63 വയസ്സിൽ ഇഹലോകവാസം വെടിയുന്നു. മരണത്തിനിടയ്ക്ക് ഏതാണ്ട് 19 പരം ഭാര്യമാരും എണ്ണമറ്റ ധാരാളം സ്ത്രീജനങ്ങളെയും ഭാര്യമാരായിട്ടോ അല്ലെങ്കിൽ വെപ്പാട്ടിമാരായിട്ടോ ഒക്കെ സ്വീകരിക്കുന്നു. അതുകൂടാതെ കണക്കില്ലാത്ത സ്ത്രീകൾ പ്രവാചകന് ശരീരം ദാനം ചെയ്യാൻ വരുന്നു. ശരീരം ദാനം ചെയ്യാൻ വരുന്ന സ്ത്രീകളെക്കുറിച്ച് ഓർത്ത് ആയിഷയ്ക്ക് അമർഷമലതല്ലെന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഐതിഹാസികമായ ഒട്ടേറെ കഥകൾ, അപസർപ്പക നോവലുകളെ വെല്ലുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങൾ മുഹമ്മദിൻ്റെ ജീവിതത്തിൽ കാണുന്നു. ഞങ്ങൾ കൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ മുഹമ്മദിൽ നിന്ന് മനുഷ്യരാശി എന്താണ് പഠിക്കേണ്ടത്? മുഹമ്മദിൻ്റെ ജീവിതം ഇഞ്ചോടിഞ്ച്, മുഴത്തിന് മുഴം, ചാണിന് ചാണ് മാതൃകയാക്കണം എന്ന് പറയുന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് മുഹമ്മദിൻ്റെ ജീവിതത്തെ ആധാരമാക്കിക്കൊണ്ട് മുഹമ്മദിലൂടെ ആനുകാലിക ലോകം എന്താണ് പഠിക്കേണ്ടത്, ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. മറുപടി വന്നിട്ടില്ല, വരികയുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ മുഹമ്മദിൻ്റെ കാലശേഷം വളരെ തർക്കത്തിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം പോലും നടത്താൻ കഴിയാത്ത വിധം പ്രതിസന്ധികൾ ശക്തമാകുന്നു. അടുത്ത ചാർജ് ആർക്ക് എന്നതിനെ ചൊല്ലി തർക്കം മുറുകുന്നു. സ്വാഭാവികമായിട്ട് മുഹമ്മദിൻ്റെ മരുമകനും ഇഷ്ടമകളായ ഫാത്തിമയെ വിവാഹം കഴിച്ച അലിയാകണം അത് എന്നൊരു പക്ഷം. എന്നാൽ ആത്മസംയമനത്തോടെ അലി പ്രശ്നങ്ങളെ നേരിടുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അബൂബക്കർ, മുഹമ്മദിൻ്റെ സുഹൃത്തായ അമ്മാവിയപ്പൻ കൂടിയായ അബൂബക്കർ ഖലീഫ അഥവാ ഭരണാധികാരിയാകുന്നു. അബൂബക്കറുടെ മരണാനന്തരം കരുത്തനായ ഉമർ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നു. ഉമർ ദാരുണമായി ഒരു അടിമയുടെ കൈയാൽ വധിക്കപ്പെടുന്നു. ഉമറിൻ്റെ വധത്തിൻ്റെ കാരണം ഒരടിമ തൻ്റെ യജമാനന് പ്രതിമാസം 2 ദറംസ് വെച്ച് അദ്ദേഹത്തിൻ്റെ അടിമ നികുതി കൊടുക്കണം. അത് കൊടുക്കാൻ നിർവാഹമില്ലാത്ത പരാതി ഉമറിനെ അറിയിക്കുന്നു. ഫിറോസ് എന്നായിരുന്നു അടിമയുടെ പേര്. ആ അടിമ തൻ്റെ മുമ്പിൽ വെച്ച അപേക്ഷ ഉമർ നിരസിക്കുന്നു. വിഷം പുരട്ടിയ കത്തികൊണ്ട് ഉമറിൻ്റെ കണ്ഠനാളം കുത്തിക്കീറി അതിദാരുണമായി ഉമറിനെ കൊല്ലുന്നു ഫിറോസ്. തദനന്തരം ഉസ്മാൻ ഖലീഫയാകുന്നു. ഉസ്മാനാകട്ടെ സുഖലോലുപതയുടെ ഒരാലസ്യത്തിൽ ജീവിച്ചുപോയ ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. കഴിവുകേടും അതുപോലെ തന്നെ സ്വജനപക്ഷാപാതവും ഉസ്മാനെ കുരുക്കുന്നു. ഉസ്മാൻ പ്രതിസന്ധിയിലകപ്പെടുന്നു. സംസംഗണത്തിലെ വെള്ളം കോരുന്ന വഴിക്ക് പ്രവാചകനിലൂടെ കൈമറിഞ്ഞു വന്ന മോതിരം കാണാതാവുന്നത് ഉസ്മാനെതിരെ പ്രശ്നമാകുന്നു. സ്വജനപക്ഷാപാതം ഒരിടത്ത്, അതുപോലെ തന്നെ ഉസ്മാൻ്റെ പക്കൽ നിന്ന് ഈ മോതിരം കാണാതെ പോയത് മറ്റൊരു പ്രശ്നം. ഒടുക്കം ഈ ഖുറാൻ എഡിറ്റ് ചെയ്യുന്നു ഉസ്മാൻ. എന്നിട്ട് ഖുറാൻ്റെ ഇതര പ്രതികളൊക്കെ വാങ്ങി കത്തിച്ച് കളയുന്നു. തൻ്റെ പക്കലുള്ള ഒരു ഖുറാനാണ് ഇനി ഏറ്റവും ആധികാരികം എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഖുറാൻ്റെ വേർഷനുകൾ അവിടെ പ്രചരിച്ചിരുന്ന ഖുറാന് കത്തിച്ചു കളഞ്ഞു. വിശുദ്ധ ഗ്രന്ഥം കത്തിച്ചു എന്ന കുറ്റവും അദ്ദേഹത്തിൻ്റെ മീതെ ചുമത്തപ്പെടുന്നു. അങ്ങനെ ഓരോ ദിവസവും വിവാദങ്ങളിൽ നിന്ന് വിവാദത്തിലേക്ക് ഉസ്മാൻ പോകുന്ന വഴിക്ക് ഉസ്മാൻ ഈജിപ്തിലേക്ക് അയച്ച ഒരു ഗവർണറെ ചൊല്ലി തർക്കം മുറുകുന്നു.
അവിടെ പോകുന്ന ആളിനെ കൊല്ലുവാനുള്ള ഒരു സന്ദേശം കൂടി അതിലുണ്ടായിരുന്നു എന്ന കുറ്റം വീണ്ടും ചുമത്തുന്നു. ഒടുക്കം ആദ്യ ഖലീഫയായ അബൂബക്കറുടെ മകൻ മുഹമ്മദ്, അതായത് ആയിഷയുടെ സഹോദരൻ, അതായത് മുഹമ്മദ് നബിയുടെ ബ്രദറിലോ, അദ്ദേഹം വന്ന് ഉസ്മാനെ പട്ടിണിക്കിടുന്നു. ഉസ്മാന് സഹായിയായിട്ട് അലിയും പരിവാരങ്ങളും ഉണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എതിരാളികൾ വരുന്നു. അങ്ങനെ ഖലീഫയുടെ ദാരുണവധം, ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുന്ന ഖലീഫയുടെ അരികിലേക്ക് പാഞ്ഞു കയറിയ ശത്രുക്കളുടെ പട. ശത്രുക്കൾ ആരാണ്? മുഹമ്മദ് എന്ന പ്രവാചകന്റെ അളിയനായ മുഹമ്മദ്, അതായത് അബൂബക്കറുടെ മകൻ, ആയിഷയുടെ ബ്രദർ. അദ്ദേഹം വരുന്നു. ഉസ്മാനെ 10-25 ദിവസത്തെ പട്ടിണിക്കിട്ട ശേഷം എല്ലും കൂലുമായിരിക്കുന്ന ഉസ്മാൻ ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ ദാരുണമായി കൊലപ്പെടുത്തുന്നു. ഇനി ഉസ്മാന് ശേഷം അലി അധികാരത്തിലെത്തുന്നു. അലിക്കെതിരെ ആയിഷ നീങ്ങുന്നു. ആയിഷയും അലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. യുദ്ധത്തിനൊടുവിൽ ആയിഷ പരാജയപ്പെടുന്നു. ആയിഷ ഒരു ഒട്ടകപ്പുറത്ത് യുദ്ധത്തെ മുൻനിരയിൽ വെച്ച് നയിക്കുന്നു. ഒട്ടകത്തിൻ്റെ ശരീരത്തിലൂടെ അമ്പുകൊണ്ട് മാല കോർത്ത് ഒട്ടകം താഴെ വീഴുന്നു. അങ്ങനെ ഈ യുദ്ധം ജമൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. ജമൽ യുദ്ധത്തിനൊടുവിൽ ആയിഷയോട് വളരെ മാന്യമായിട്ട് അലി പെരുമാറുന്നു. അലിയുടെ ജീവിതവും ദാരുണമായ ഒരു അന്ത്യത്തിലേക്കെത്തി. ഈജിപ്തിലേക്ക് പണ്ട് ഉമർ അയച്ച വിദഗ്ധനായ ഒരു ഖുറാനിസ്റ്റ്, ഹാഫീസുകൾ എന്നറിയപ്പെടുമല്ലോ, ഖുറാൻ മനഃപ്പാടമാക്കുന്ന ആളുകൾ. എൻ്റെ ഉച്ചാരണത്തിൽ വൈകല്യമുണ്ടിൽ ക്ഷമിക്കണം, ഞാൻ അറബിയല്ല. അങ്ങനെ ഹാഫീദുകൾ എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഖുറാൻ മനഃപ്പാടമാക്കിയ ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു ഈ അലിയെ കൊന്നത്. ഖുറാൻ നന്നായി വിശദീകരിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് സമൂഹം അംഗീകരിച്ചിരുന്ന ഇബ്നു മുൻജാൻ എന്നറിയപ്പെടുന്ന ആൾ സ്വന്തം കാമുകിയായ കാദൻ എന്ന യുവതിക്ക് വേണ്ടിയിട്ട് അലിയെ കൊലപ്പെടുത്തുന്നു. അലിയുടെ കൊല വല്ലാത്ത പ്രക്ഷോഭ അവസ്ഥകൾ അവിടെ ഉണ്ടാക്കുന്നു. കാവാരിജികൾ എന്ന ഗ്രൂപ്പ് ഉസ്മാന്റെ കാലത്ത് തന്നെ ഉടലെടുത്തു. മറ്റൊരു സാഹചര്യത്താൽ ഇന്ന് കാണുന്ന ലോക തീവ്രവാദത്തിൻ്റെയൊക്കെ ആദ്യ പതിപ്പായിരുന്നു ഈ കാവാരിജികൾ. തദനന്തരം ഈജിപ്തിലെ ഗവർണറായിരുന്ന മുആവിയ ഉണ്ട്. മുആവിയയും അലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതിലൊക്കെ തന്ത്രപരമായി മുആവിയ വിജയിക്കുന്നു. മുആവിയയുടെ വിജയത്തിനനന്തരം മുആവിയ ഇസ്ലാമിക ലോകത്തിലെ അതികായനായി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി വളരുന്നു. പിന്നീട് അബ്ബാസിയ ഭരണകൂടമുണ്ടാകുന്നു, ഉമയാട് ഭരണകൂടമുണ്ടാകുന്നു. ഇവിടെ മുതൽ ഇസ്ലാം ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് അതിവേഗം വളരുന്ന കാഴ്ചയാണ്. ഇതിനകം യെറുസലേം, അറേബ്യൻ പെനിൻസുലയുടെ മുഖഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈജിപ്റ്റ്, ഈ മേഖലകളെല്ലാം ഇസ്ലാം ആധിപത്യത്തിൻ്റെ കീഴിൽ അമരുന്നു. ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു അനുഗാമികളെ. ഇവിടെയാണ് ഇസ്ലാമിക ചിന്തകന്മാരുടെ ഒരു അവകാശവാദം പൊളിയുന്നത്. അവരെ യുദ്ധം ചെയ്തതൊക്കെ ഡിഫൻസിന് വേണ്ടിയായിരുന്നു. നോക്കണം, മക്കയിൽ നിന്ന് അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് എത്രയോ മൈലുകൾ അകലെ ഈ കിഴക്കൻ രാജ്യത്ത് അറബിക്കടലിൻ്റെ ആ മുനമ്പം വരെ നീണ്ടുകിടക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് പഠിപ്പിച്ച മുഹമ്മദിൻ്റെ അനുഗാമികൾ അതെന്ത് ചെറുത്തുനിൽപ്പിൻ്റെ പേരിലാണ്? ഏതായാലും ഇതിൽ നിന്നൊക്കെ വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടേക്ക് ഒരു ഇസ്ലാമിക മുന്നേറ്റം മുആവിയയുടെ മകൻ, കൊച്ചുമകൻ്റെ കാലത്ത്, വാലിദിൻ്റെ കാലത്ത്, വാലിദ് ഒന്നാമൻ്റെ കാലത്ത് അദ്ദേഹം ഇവിടേക്ക് അയച്ച ഒരു സേനാനായകൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ആക്രമിക്കപ്പെടുന്നു. വിശേഷിച്ച് അപ്പർ സിന്ധ് ആ ഭാഗമൊക്കെ ആക്രമിക്കപ്പെടുന്നു. ഇബ്നു കാസിമാണ് ആ വ്യക്തിത്വം. ഇബ്നു കാസിം 8-ാം നൂറ്റാണ്ടിൽ സിന്ധിൻ്റെ ആ മേഖലകളെല്ലാം ആക്രമിച്ചു, പഞ്ചാബ് കീഴടക്കി. അപ്പർ സിന്ധും ലോവർ സിന്ധും അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലായി. അതിശക്തമായ മുന്നേറ്റത്തിൻ്റെ ഒടുവിൽ പഞ്ചാബിലെ രാജാവിനെ വധിച്ച് ആ റാണിയെ സ്വന്തമാക്കുന്നു. 712 ആകുമ്പോഴേക്കും ഈ മേഖല മുഴുവൻ ഏതാണ്ട് ഈ ഇബ്നു കാസിമിൻ്റെ കരങ്ങളിലെത്തുന്നു. എന്താണ് കാരണമെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി. ഇന്ത്യ ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന വാഗ്ദത്തത്തിൽ പ്രചോദിതനായി ഇബ്നു കാസിം ഇവിടേക്ക് പോരുകയാണ്. പക്ഷേ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. ഈ വാലിദ് ഒന്നാമൻ്റെ ശേഷം സുലൈമാൻ എന്ന മറ്റൊരു ഭരണാധികാരി അധികാരത്തിലെത്തി. അദ്ദേഹം ഇബ്നു കാസിമിൻ്റെ ശത്രുവായിരുന്നു. അതുകൊണ്ട് ഇബ്നു കാസിമിനെ പിൻവലിച്ചു. അദ്ദേഹത്തെ പിടിച്ച് തടവിലിട്ടു. ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെ ഇങ്ങനെയാണ്. തടവിലിട്ട് രൂക്ഷമായി പീഡിപ്പിച്ചു. ആ ചരിത്രം അങ്ങനെ പോകുന്നു.
അങ്ങനെ ഇസ്ലാമിൻ്റെ അധിനിവേശത്തിൻ്റെ ആദ്യഘട്ടം അവിടെ തീരുകയാണ്. ഇതിനു മുമ്പേ അറബികൾ ദക്ഷിണ ഭാരതത്തിലേക്ക്, കേരളത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഹിജറയുടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അറബി കച്ചവടക്കാരാണ്. ഇസ്ലാം മതത്തിന് മുമ്പേ അറബികൾ കേരളവുമായിട്ട് നല്ല കച്ചവട ബന്ധത്തിലുണ്ട്. പിന്നീട് ഹിജറയ്ക്ക് ശേഷം വന്ന ആളുകളൊക്കെ പ്രായണ മുസ്ലിങ്ങളായിരുന്നു. അത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കച്ചവടമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനും രാജ്യവിഭവങ്ങൾ കൊള്ളയടിക്കാനും സ്ത്രീകളെ സ്വന്തമാക്കാനും വേണ്ടിയാണ് ഈ മറ്റ് ഭരണാധികാരികൾ ഇവിടേക്ക് കയറി വരുന്നത്. ഇന്ത്യക്ക് നേരെയുള്ള രണ്ടാം ഘട്ടം അത് മുഹമ്മദ് ഗസ്നിയുടെ നേതൃത്വത്തിലാണ്. അതാകട്ടെ ഇന്നത്തെ പേർഷ്യ, അഫ്ഗാൻ, ആ ഭൂപ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന അഫ്ഗാനിലെ ഭരണകൂടമാണ് ഗസ്നി ഭരണകൂടം. അതിലെ മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് എന്ന പേര്, ആ മുഹമ്മദ് ഗസ്നിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഏതാണ്ടത് 11-ാം നൂറ്റാണ്ടിലാണ്. 1026 വരെ, AD 1000 മുതൽ 1026 വരെ 27 ആവർത്തിയാണ് ഗസ്നിയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ യുദ്ധമുണ്ടായത്. 10,000-കണക്കിനായ ആളുകളെ, ലക്ഷക്കണക്കിനായ ആളുകളെ ഗസ്നി കൊന്നൊടുക്കി. ഗസ്നിയുടെ കാലം ഏറെ പഠിക്കേണ്ടതാണ്. ഗസ്നിയെ ബിംബ വിനാശകൻ എന്ന് പേരിട്ട് വിളിച്ചു. അതിരൂക്ഷമായിട്ട് ഇന്ത്യൻ മണ്ണിൽ ഹൈന്ദവ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ വേട്ടയാടി. അവരുടെ ദേവാലയങ്ങളൊക്കെ കൊള്ളയടിച്ചു. അവർ സ്ത്രീകളെയൊക്കെ ആക്രമിച്ച് അവരുടെ സ്വന്തമാക്കി. അവരുടെ ഇടയിലേക്ക് കനത്ത മതപ്രചരണ ഭീഷണികൾ അഴിച്ചുവിട്ടു. ഒരു ഘട്ടത്തിൽ 10,000 പ്രജകളുമായി ചേർന്ന് പഞ്ചാബിലെ ഒരു രാജാവിന് ഇസ്ലാം മതം സ്വീകരിക്കേണ്ട അവസ്ഥാവിശേഷം കൈവന്നു. നിർബന്ധിച്ച് സസ്യഭുക്കുകളായ ഇവരെയൊക്കെ നിർബന്ധിച്ച് അവരിൽ പലരെയും മാംസാഹാരം ഭക്ഷിപ്പിച്ചു. പ്രാണരക്ഷാർത്ഥം ചെറുത്തു നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത വിധത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഗസ്നി ഭരണകൂടം അഴിഞ്ഞാടി എന്നുള്ളതാണ് സത്യം. ഇനിയുമുണ്ട് സംഭവങ്ങളേറെ. ഗസ്നിക്ക് ശേഷം മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ വന്നിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് ഖിൽജി, അതുപോലെ ഖിൽജി രാജവംശം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തുഗ്ലക്ക്. നമുക്കതൊക്കെ അറിയാം. എന്നാൽ അതിന് മുമ്പുള്ള 1030 ആകുമ്പോഴേക്ക് ഗസ്നി മരിച്ചിരുന്നു. അതിന് മുമ്പുള്ള ചരിത്രമാണ്. അപ്പോഴേക്ക് പിന്നെ വന്നത് മുഹമ്മദ് ഗോറിയാണ്. ഈ മുഹമ്മദ് ഗോറി അതിലും ക്രൂരമായി തന്നെ ഇവിടെ വലിയ ഇടപെടൽ നടത്തി. കാലക്രമേണ ഈ മുഹമ്മദ് ഗോറി ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഒരു ഗവർണറെ അയച്ചു. കുത്തബുദ്ദീൻ എന്നായിരുന്നു പേര്, കുത്തബുദ്ദീൻ ഐബക്ക്. ഈ കുത്തബുദ്ദീൻ ഐബക്ക് സത്യത്തിൽ ഒരടിമയായിരുന്നു. ഒരടിമയാണ് ഇങ്ങോട്ട് ഈ സ്ഥലം നോക്കാനായിട്ടൊക്കെ അദ്ദേഹം വിട്ടത്. ഒരു വിശ്വസ്ത മുസ്ലിം എന്നുള്ളതായിരുന്നു അയാളുടെ യോഗ്യത. അദ്ദേഹം ഇവിടെ വന്ന് മറ്റൊരു രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി. അദ്ദേഹം പ്രസിദ്ധങ്ങളായ ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ തച്ചുടച്ചു. അതിലെ ശില്പവിദ്യകളടങ്ങുന്ന നിരവധി കൊത്തുപണികളടങ്ങുന്ന അനവധി ക്ഷേത്രങ്ങളിലെ ആ വിഗ്രഹങ്ങളൊക്കെ കൊള്ളയടിച്ചു. സ്വർണ്ണനിർമ്മിതവും വെള്ളി നിർമ്മിതമായ വസ്തുക്കളൊക്കെ ഉരുക്കിയെടുത്ത് സ്വന്തം ആവശ്യത്തിലേക്ക് അവർ അത് സ്വരുക്കൂട്ടി. ശിലകളിൽ തീർത്ത ശ്രീകൃഷ്ണ ബിംബങ്ങളും മറ്റുതര ദേവസങ്കല്പ ബിംബങ്ങളും ദേവതാസങ്കല്പങ്ങളും ഒക്കെ തന്നെ അവർ ആ തൽസ്ഥാനത്ത് നിന്ന് ഇളക്കി മാറ്റി. അവ ഉപയോഗിച്ചത് എന്തിനാണ് എന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ലോകത്തിൻ്റെ പലയിടങ്ങളിലുള്ള പ്രമുഖങ്ങളായ ഇസ്ലാമിക ദേവാലയങ്ങളുടെ മുമ്പിലേക്ക് അത് കൊണ്ടുപോയി. എന്നിട്ട് ആ ഇസ്ലാമിക ദേവാലയങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ നടന്നു വന്ന് ചവിട്ടിക്കയറുന്ന ആ ഭാഗത്ത് അവ ഇങ്ങനെ കുഴിച്ചിട്ടു. അവയുടെ ആ ബിംബങ്ങളിൽ ചവിട്ടി വേണം മസ്ജിദുകളിലേക്ക് ഇവർ പ്രവേശിക്കാൻ. ആ വിധത്തിൽ ആക്ഷേപിക്കപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ പല മസ്ജിദുകളുടെ മുമ്പിൽ ഇതുപോലെ ഹിന്ദുക്കളുടെ ബിംബങ്ങൾ ഈ രൂപത്തിൽ എടുത്തിട്ട് അതിൽ ചവിട്ടിക്കയറുന്ന വിധത്തിലേക്കുള്ള രീതികൾ ഈ മുഹമ്മദ് ഗോറിയുടെ പിൻഗാമിയായ കുത്തബുദ്ദീൻ ഐബക്ക് ഉണ്ടാക്കി എന്നോർക്കണം. കുത്തബുദ്ദീൻ ഐബക്ക് പിന്നെയും ചില കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം അടുത്തടുത്ത ക്ഷേത്രങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ കൊള്ളയടിച്ചിട്ട് ഡൽഹിയിൽ ഒരു വലിയ സ്മാരകങ്ങളൊക്കെ ഉണ്ടാക്കി. നമുക്കറിയാം, കുത്തബ് മിനാർ എന്ന് കേട്ടിട്ടുണ്ട്. ഈ കുത്തബ് മിനാർ നിർമ്മിച്ചത് തന്നെ ഈ രാജ്യത്തിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് കിട്ടിയ മുതൽ കൊണ്ടാണ്. അതിലെ സാധന സാമഗ്രികളാണ് ഈ പണിക്ക് വേണ്ടി ഉപയോഗിച്ചത്. അതിനുള്ളിലെ വരുമാനം കൊണ്ടാണ് ഈ പണി ഇത്ര ഗംഭീരമാക്കി തീർത്തത്. അങ്ങനെ കുത്തബ് മിനാറും അതുപോലെ പ്രസിദ്ധമായ ഡൽഹിയിലെ മസ്ജിദും അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനവും
ഈ കുത്തബുദ്ദീൻ്റെ കാലത്ത് നടന്നു. ഈ ഡൽഹി സുൽത്താനേറ്റാണ് പിൽക്കാലഘട്ടത്തിൽ ഖിൽജിയും തുഗ്ലക്ക് രാജവംശങ്ങളുമൊക്കെ അധികാരപ്പെടുത്തി വെച്ചത്. പിന്നെ 1258 നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന കാര്യം 1258 ഇസ്ലാമിന് ഒരു തിരിച്ചടി വന്ന കാലഘട്ടമാണ്. ഏതാണ്ട് ക്ഷയം ഇവിടെ സംഭവിച്ചു ഇതിനൊക്കെ. പക്ഷേ 1258 രാജഭരണത്തിൽ അവർക്ക് ചില മേൽക്കോയ്മകൾ നഷ്ടപ്പെട്ടെങ്കിലും തമ്മിലടികളും കലഹങ്ങളും വൈദേശിക ഇടപെടലുമൊക്കെ അവരെ തളർത്തിക്കളഞ്ഞെങ്കിലും മറ്റൊരു പ്രയോജനം അവർക്കുണ്ടായി. അതെന്തായിരുന്നു? അത് മംഗോളിയർ ഈ പേർഷ്യ കംപ്ലീറ്റ് കീഴടക്കി. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും ഇറാനുമൊക്കെ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശങ്ങൾ മംഗോളിയർ കടന്നാക്രമണം നടത്തി ബാഗ്ദാദ് പട്ടണം, ഇറാഖിലെ ബാഗ്ദാദ് മംഗോളിയർ വീഴിച്ചു, അവരുടെ പക്കലായി. അവിടുന്ന് മുസ്ലിങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. പലായനം ചെയ്ത മുസ്ലിങ്ങൾ അധികവും ഇന്ത്യയിലേക്കാണ് കുടിയേറിയത്. ആ കുടിയേറ്റം ശക്തിപ്പെട്ട് ഉത്തരേന്ത്യ കംപ്ലീറ്റ് ഇസ്ലാമിൻ്റെ വലിയ ഒരു ഒഴുക്കുണ്ടായി. ആ ഒഴുക്ക് ഹൈദരാബാദിൽ വരെയൊക്കെ ഇവരുടെ ഒഴുക്കുകൾ ദക്ഷിണേന്ത്യൻ മേഖലകളിലേക്ക് വരെ ഉണ്ടായി എന്ന് തോർക്കുമ്പോൾ ആ ജനസഞ്ചയത്തിൻ്റെ ബാഹുല്യം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെയും നമുക്കറിയാം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശക്തിമത്തായ സ്വാധീനം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഈ കരുത്തസ്തമിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടാണ്. ബ്രിട്ടൻ്റെ ആ സർവ്വസന്നാഹങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടൻ ആധിപത്യം ഇവിടെ ചെലുത്തി. പക്ഷെ ബ്രിട്ടൻ ഒരിക്കലും മതപരിവർത്തനം അവരുടെ ലക്ഷ്യമായിരുന്നില്ല. ആയുധം കൊണ്ട് അടരാടി ബ്രിട്ടൻ ഇന്ത്യയിൽ എവിടെയും ക്രിസ്ത്യാനിത്വം പ്രചരിപ്പിച്ചതായി നമുക്കറിവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാവുന്നതാണ്. എന്നാൽ പിന്നീട് ഇസ്ലാം മതം കിതയ്ക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആധുനികമായ ശാസ്ത്രീയ വീക്ഷണഗതികളോട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയോട് ഒക്കെ മുഖം തിരിച്ചു നിന്ന ഏറ്റവും യഥാസ്ഥിതിക ബോധമുള്ള ഒരു ചിന്തയാണ് ഇസ്ലാം എന്ന് നമുക്കറിയാം. അടിമത്തത്തിന് അവിടെയുള്ള പ്രസക്തി, സ്ത്രീകൾക്ക് അവിടെ നേരിടേണ്ടി വരുന്ന അവഗണന, ഇതൊക്കെ മിഷനറി പ്രഭാഷണങ്ങളിൽ നിരന്തര പ്രശ്നമായപ്പോൾ ഇത് പരിഷ്കരിക്കേണ്ട ആവശ്യഘട്ടം വന്നു. ഇസ്ലാമിനെ പരിഷ്കരിച്ചേ പറ്റൂ എന്ന ഒരു ചിന്ത ഉണ്ടായി. ആ പരിഷ്കരണത്തിൻ്റെ പാതയിൽ ഇസ്ലാമിനെ നവീകരിക്കാൻ ശ്രമിച്ച ആളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പിൽക്കാലത്ത് രൂപപ്പെട്ട അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇസ്ലാമികളുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കി കൊടുത്തത്. ശാസ്ത്ര പഠനം അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചത്. ഈ നവീകരണ ചിന്തകന്മാർ ഇസ്ലാമിൽ ഇല്ലാതെ പോകുന്നതാണ് ഇന്നത്തെ ഒരു ശാപം. ഇന്ന് ഇസ്ലാം ഏറ്റവും പ്രാകൃതമായ പഴയ ലോകത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് വാദിക്കുന്ന ആളുകളെ കൊണ്ട് ധാരാളമായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇന്ത്യയിലുടനീളം ഇസ്ലാം അന്ന് ആരംഭിച്ച, അന്ന് ചെയ്തു വെച്ച ദുഷ്കൃത്യങ്ങൾ പുതിയ രൂപത്തിലും ഭാവത്തിലും തിരിച്ചു കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധരായിട്ട് അതിൻ്റെ അണികൾ രംഗത്ത് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാം. ഇസ്ലാം സമാധാനമല്ല. ലോകത്തൊരിടത്തും അത് ആർക്കും സമാധാനം കൊടുത്തിട്ടില്ല. ആർക്കെങ്കിലും അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെട്ടിപ്പിടിച്ചവന് കിട്ടിയ താൽക്കാലിക സുഖമാണ്. പിന്നെ അവനും തുറുങ്കിലടയ്ക്കപ്പെടുന്ന സ്ഥിതി കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഇബ്നു കാസിമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇബ്നു കാസിം ഇന്ത്യയെ നശിപ്പിച്ചു. ഇവിടെ വന്ന് വല്ലാത്ത വിധത്തിൽ ആളുകളുടെ മീതെ പീഡനങ്ങളിൽ അടിച്ചേൽപ്പിച്ചു. പക്ഷേ ഇബ്നു കാസിം നാട്ടിൽ ചെന്ന് തുറുങ്കിലടയ്ക്കപ്പെടേണ്ട സ്ഥിതിയുണ്ടായി സുലൈമാനിയ ഭരണകൂടത്തിലെന്ന് നമ്മൾ കണ്ടു. ചുരുക്കത്തിൽ മറ്റൊരുവനെ കൊല്ലാൻ കിട്ടുന്നില്ലെങ്കിൽ തങ്ങളിൽ കൊന്നു മരിക്കുന്ന ഏറ്റവും ഭീതി നിറഞ്ഞ ഒരു മതാന്തതയുടെ പേരാണ് ഇസ്ലാം എന്ന് പറയാതിരിക്കാൻ തരമില്ല. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക സുഹൃത്തുക്കളെ, നിങ്ങൾ പറയൂ, ഇസ്ലാം എവിടെ ആർക്കാണ് സമാധാനം കൊടുത്തത്? ഇതിനൊരു മറുചോദ്യമായിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ ഏതെങ്കിലും കാരണം കൊണ്ട് വരരുത്. കാരണം നിങ്ങളങ്ങനെ കൊണ്ടുവന്നാലും പ്രശ്നമില്ല. ക്രിസ്ത്യാനിറ്റിയോ മറ്റൊരു മതമോ ലോകത്ത് ഇത്രയും അഴിഞ്ഞാട്ടം ഉണ്ടാക്കിയിട്ടില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകങ്ങളും ഏറ്റുമുട്ടലുകളും യുദ്ധങ്ങളുമുണ്ട്. പക്ഷെങ്കിൽ ഒരു വിശ്വാസ സംഹിത എന്ന നിലയിൽ ആശയപ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ക്രിസ്ത്യാനിറ്റി ആയുധമെടുത്തിട്ടില്ല, അടരാടിയിട്ടില്ല, ചോര ചിതറിയിട്ടില്ല. യേശുവിൻ്റെ അനുഗാമികൾ ആരും ഈ രൂപത്തിൽ ക്രൂരത പ്രവർത്തിക്കുവാൻ അണികളെ ഇളക്കി വിട്ടിട്ടില്ല. യുദ്ധം എന്നുള്ള ഒരു സംജ്ഞ പോലും ക്രിസ്ത്യാനിത്വത്തിന്, യേശുക്രിസ്തുവിന്, പൗലുസിന്, യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് അപരിചിതമായ ഒരു വസ്തുതയായിരുന്നു. യുദ്ധം ചെയ്യാനും അന്യൻ്റെ മുതൽ പിടിച്ചെടുക്കാനും അന്യൻ്റെ ഭാര്യയെ സ്വന്തമാക്കാനും വേണ്ടി കുടിലതന്ത്രങ്ങൾ മെനയുന്ന ഏറ്റവും ഹീനമായ ഒരു മതാന്തതയായിട്ട് ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഇരുട്ടായിട്ട് ഇന്ന് ഇസ്ലാം സാർവദേശീയവൽക്കരിക്കണം എന്ന ചിന്തയോടെ ഒരു വട്ടം തീവ്രവാദികൾ ഇവിടെ അടരാടുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുക, ഇന്ത്യ മനോഹരമായൊരു രാഷ്ട്രമായിരുന്നു. അതിൻ്റെ എല്ലാത്തരം ഗുണങ്ങളെയും നശിപ്പിക്കുന്നതിൽ ഇസ്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ലോകത്തിന് തന്നെ ഇസ്ലാം ഒരു ഭീതിയും ഭീഷണിയുമാണ്. അതുകൊണ്ട് ഇസ്ലാമോ ഫോബിയ എന്നല്ല, ഇസ്ലാമോ ഫിയർ. ഇസ്ലാം ഒരു ഭീതിയാണ്, അതൊരു ഭയമാണ്.
അവരെ പ്രവാചകൻ ലോകത്തിന് കൊടുക്കുന്നതൊരു മാതൃകയുമല്ല. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും പ്രകോപനമോ പ്രയാസമോ തോന്നുന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾ ദയവായി ആ പ്രവാചകൻ്റെ ഗുണമെന്ത്, അദ്ദേഹത്തിൻ്റെ സ്വാധീനമെന്ത്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ലോകത്തിന് ധാർമ്മികതയുടെ ഒരു കാവലാളായിരുന്നത്, അദ്ദേഹത്തിൽ എന്തെന്ത് ക്വാളിറ്റിയാണുള്ളത്, ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ എത്രയോ തവണ പറയുന്നു. ഒരു ക്വാളിറ്റിയുമില്ലാത്ത ഒരു മനുഷ്യൻ പഠിപ്പിച്ചു വിട്ട അബദ്ധസഞ്ചാരങ്ങളിലൂടെ നിങ്ങൾ സ്വയം നശിക്കരുത്. ലോകത്തിൽ എവിടെ ഇസ്ലാം ചെന്നോ അവിടെ മാനവികത നശിച്ചിട്ടുണ്ട്, അവിടെ മാനവ സൗഹാർദ്ദം നശിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാത്ത രാജ്യങ്ങളിലും ഇസ്ലാമിൻ്റെ സാന്നിധ്യം ഭീതി പരത്തുന്ന ഒന്നായി തീർന്നിട്ടുണ്ട്. ഈ മതകാവഢ്യത്തോട് വിട പറഞ്ഞുകൊണ്ട് ഒരു നല്ല മനുഷ്യനായിത്തീരാൻ നിങ്ങൾക്ക് കിട്ടിയ ഒടുവിലത്തെ അവസരം ഇതെങ്കിൽ അത് ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ.